ഹലോ മുത്തുമണീസ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ഞാൻ എൻ്റേതായ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയ ഒരു പുൽക്കൂടിൻ്റെ വീഡിയോ ആട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടാലോ? അതിനുവേണ്ടി പറമ്പിലൂടെ നടന്ന് കുറച്ച് വടി കഷ്ണങ്ങൾ സംഘടിപ്പിച്ചു. പിന്നെ അതിനാവശ്യമായിട്ടുള്ളൊരു കത്തി, ഒരു ബ്ലാക്ക് ഇൻസുലേഷൻ ടാപ്പ്, പിന്നെ പഞ്ഞി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പശ. ഇത്രയും സാധനങ്ങളാട്ടോ വേണ്ടത്. അപ്പം ഞാനിത് ഒരേ അളവിന് കുറച്ച് കഷ്ണങ്ങളാക്കി മുറിക്കാം കേട്ടോ. ഈ വടികളൊക്കെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കൊടുവാളും കൂടി സഹായത്തിനെടുത്ത് ഇതേപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഇതുപോലെ കാക്കിയെടുത്തിട്ടുണ്ട്, ഒരു കൂടാരം പോലെ. ഇനി അതെല്ലാം ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ച് നമുക്ക് പശയൊക്കെ തേച്ച് പഞ്ഞൊക്കെ തേച്ച് ഒട്ടിച്ച് വെക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാനിവിടെ കുറേ മുമ്പേ വാങ്ങിച്ച് വെച്ച ഫെവിക്കോളാട്ടോ ഇതെടുത്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഇനി പഞ്ഞി ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചൊട്ടിച്ച് നമുക്കത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ വടിക്കഷ്ണത്തിൻ്റെ മുകളിലും പശ തേച്ച് ഈ പഞ്ഞെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ പഞ്ഞി എവിടെ നിന്നാണ് കിട്ടിയെന്നറിയോ? ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് തലയാണ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് കാത്തു കളിച്ച് കേടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പഞ്ഞെല്ലാം അതേപോലെ ചിക്കി പറിച്ച് ഞാൻ നന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത്. പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടി, നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മഞ്ഞ് കൂടാരം ഏകദേശം റെഡി ആയിട്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചത്, അതുപോലൊക്കെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞ വർഷം മനുവായിട്ട് ഉണ്ടാക്കി തന്ന ക്രിസ്മസ് ട്രീ ആട്ടോ. ഇതിൻ്റെ മുകളിൽ ഓൾറെഡി കഴിഞ്ഞ വർഷം ചുറ്റി വെച്ച ഡെക്കറേഷനൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഒന്നുകൂടി അത് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങി വെച്ച ഉണ്ണിയേശു മാതാവിൻ്റെ സെറ്റാണ് കേട്ടോ, ക്രിസ്മസ് സെറ്റ്. ഈ സെറ്റാണ് ഈ പ്രാവശ്യവും ഞാൻ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മഞ്ഞ് കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മുടെ ക്രിസ്മസ് ട്രീയും ഉണ്ട്. ഇനി നമുക്കിത് ലൈറ്റൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളെ പുൽക്കൂട് റെഡിയായി അല്ലേ കാത്തു? ഇനി അതിലേക്ക് ആവശ്യമായ ലൈറ്റാണ്. അത് മനുവേട്ടൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടു തന്നു കേട്ടോ. ഇതാണ് ലൈറ്റ്. നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. സ്റ്റാറും തൂക്കാനുണ്ടല്ലോ. അപ്പോൾ സ്റ്റാറും ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനുള്ള വയറ് മനുവേട്ടൻ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഷോക്ക് കൊടുത്തിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിങ്ങനെ ഷോക്ക് കൊടുക്കുന്നത് നല്ലതാണ്. മറ്റേ തല പ്ലഗ് കുത്തട്ടെ ഞാൻ. അങ്ങനെ ചെറിയ തമാശയൊക്കെ പറഞ്ഞ് മനുവേട്ടൻ്റെ കൂടെ ഞാൻ തന്നെ ഇരുന്നു കേട്ടോ. അതൊക്കെ നോക്കി പഠിക്കണമല്ലോ. പക്ഷേ പഠിക്കാനൊന്നും പറ്റില്ല ഗൈസ്, ഇതൊക്കെ വേറെ ഐഡിയയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളത് ഡെക്കറേഷൻ വർക്കിലേക്ക് കിടക്കട്ടെ. LED ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ മനുവേട്ടന് ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള വയർ കൊടുത്തു, നമ്മുടെ സ്റ്റാർ കൊടുത്തു. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് നമുക്ക് കണ്ടാലോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും സ്റ്റാറും എല്ലാം? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ്. അങ്ങനെ മീൻ പൊരിച്ചതും ചോറും അച്ചാറും പുളിയിഞ്ചും കൂട്ടി ചോറും കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. വെളുത്തുള്ളി അച്ചാറാട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുണ്ടാക്കിയ പുൽക്കൂട് മെൻഷൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടാറ്റാ, ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോ കാണാം.